എടാ ജിന്നെ, നീ പോയ ഫോണിങ് എടുത്തിട്ട് വന്നേ വേഗം. ആരെ വിളിക്കാനാ? ആ വിക്ടറിനെ ഒന്ന് വിളിക്കാനാ. വിക്ടറോ? അതാരാ ചേച്ചി? എടാ പൊട്ട, നമ്മടെ എൻവച്ചൻ. അങ്ങേരെ അതിന്റെ ഇടയ്ക്ക് അങ്ങനെ പേരും മാറ്റിയോ? എടാ പൊട്ട, എൻവച്ചന്റെ ശരിക്കുള്ള പേരാടാ. ശരി, ഇതാ എന്ന ഫോണ്. ചേടാ, ഇതെന്താ വർക്കാവാത്തേ? വർക്കാവുന്നില്ലേ? ജിസേച്ചി അതിങ്ങോട്ട് തന്നെ, ഞാനൊന്ന് നോക്കട്ടെ. ഭർത്താവേ, ഇതിനകത്ത് മൊത്തം നൂഡിൽസ് പാക്ക് ആണല്ലോ. നൂഡിൽസ് പാക്കോ? വന്നിപ്പോ നൂഡിൽസ് പാക്ക് ഫോണിനകത്ത് ആക്കിയോ? എന്റെ വന്ന് ജിസേച്ചി, ഇതാ റോസിനെ പേടിച്ച് ജിന്നേട്ടൻ ഒളിപ്പിച്ചു വെച്ചതാ. ഭർത്താവേ, ഇന്ന് എന്നെ ആ ജിന്നേട്ടൻ തല്ലിക്കൊല്ലൂലോ. ഈ രാവിലെ തന്നെ ഇതാരായിപ്പോ? എടാ പൊട്ട ജിന്നേട്ടാ, ഉച്ചയായി, കണ്ണുണ്ടൂടെ? നീ പോയ കഥകൊന്ന് തുറക്ക്. ജിന്നേട്ടൻ എന്താ പോയി തുറന്ന? ഇല്ല, നീ പോയി തുറക്ക്. ജിന്നേട്ടൻ പോയി തുറക്ക്. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ആദ്യം പോയി തുറക്കണ്ട, ഞാൻ തന്നെ പോയി കഥക് തുറന്നോളാം. ജനിയേച്ചി അരുത്, അതിനി പ്രേതമാണെങ്കിലോ? എന്നെ ഒന്നാരെങ്കിലും കൊന്നു തരാവോ? പറഞ്ഞാ പോരെ ജിന്നേട്ടാ, ഞങ്ങളിപ്പൊ തന്നെ കൊന്നുതരാം. നിങ്ങളാരും തുറക്കണ്ട, ഞാൻ തന്നെ പോയി തുറന്നോളാം. കഷ്ടം. ഇവരെന്താ കഥക് തുറക്കാത്തേ? ചെലപ്പോ നമ്മളെ കണ്ടോണ്ടായിരിക്കും. നിങ്ങളോ? അതെ ചേച്ചി, ഞങ്ങൾ. നിങ്ങളെന്താ ഇവിടെ? ഞാൻ പീരിമാമനെ വിളിച്ചില്ലായിരുന്നല്ലോ. എന്റെ പൊന്നു ചേച്ചി, കഴിഞ്ഞ പ്രാവശ്യം ഈ യുഞ്ചിനും തെറിയും വന്നപ്പോ ജിന്നേട്ടൻ അവരുടെ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാ പീടിയുടെ പൈസയായിരുന്നു. അതുകൊണ്ടാ പന്നെ തന്നെ ഞങ്ങളിപ്പോ ഇറക്കിയിട്ടേക്കുവാ. ഇനിയും കാശില്ലാതെ വീട്ടിൽ കേറ്റില്ലെന്നാ പറഞ്ഞേക്കുന്നേ. ഞങ്ങള് കാശ് മേടിക്കാനാ ചേച്ചി വന്നത്. കർത്താവേ, നിങ്ങളോ? നിങ്ങൾ കാശ് മേടിക്കാനാണോ പിള്ളേരെ വന്നത്? അതെ ജിന്നേട്ടാ, ഞങ്ങള് കാശ് മേടിക്കാൻ തന്നെയാ വന്നത്. വേഗം കാശിതാ. എന്നാ കേട്ടോ, എന്റെ കയ്യിൽ കാശില്ല. അയ്യോ ജിന്നേട്ടാ, അങ്ങനൊന്നും പറഞ്ഞാ പറ്റില്ല, ഞങ്ങക്ക് വീട്ടിൽ കയറേണ്ടതാ. അതെ ജിന്നേട്ടാ, കാശിങ്ങെടുക്ക്. ഞങ്ങള് പച്ച വെള്ളം കുടിച്ചിട്ട് ദിവസം എത്രയാണെന്നറിയോ? അതെ ജിന്നേട്ടാ, ഞങ്ങൾ ഇത്രയും ദിവസം ചൂടുവെള്ളം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. ഇതാ പിടിച്ചോ 1 കോടിയുടെ ഉത്തരം. ജിന്നേട്ടനെ ഞങ്ങളെല്ലാരും ഓടിച്ചിട്ടടിക്കണോ അതോ കിണറ്റിലിട്ട് കൊല്ലണോ? ജിന്നേട്ടൻ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം. അയ്യോ മോളെ ഈജി, അത് പിന്നെ ആ പൈസ എല്ലാവരും, അതായത് ആ റോസ് എടുത്തിന്നു. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തോണ്ടല്ലേടി. ഉത്തരം തെറ്റ്. ഇതാ പിടിച്ചോ അടുത്ത ചോദ്യം. ജിന്നേട്ടനെ ഞങ്ങൾ കിണറ്റിലിട്ട് കൊല്ലണോ അതോ ജിന്നേട്ടൻ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പൈസ തരുന്നു? അയ്യോ, കിണറ്റിലൊന്നും ഇട്ട് കൊല്ലല്ലേ, മനുഷ്യന് വെള്ളം കുടിക്കാനുള്ളതാ. വേണമെങ്കിൽ നീയൊക്കെ തല്ലിക്കൊന്നോ. കർത്താവേ, ഇവന്മാരെല്ലാം കൂടെ എന്നെ കൊല്ലാൻ പോകുന്നേ. റെസ്റ്റ് ഇൻ പീസ് ജിന്നേട്ടാ, ഇനി പറ്റുമെങ്കിൽ തിരിച്ചു കാണാം.